നീ ആ പടം കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയെന്നുള്ളത് 100 തരവാണ്. അതുകൊണ്ട് അവനില്ലാത്തപ്പോൾ ഒളിച്ചു പോയി കാണുന്ന ഇഷ്ടം. അവൻ്റെ അടുത്തിട്ട് കരയാനും ഒക്കെ എന്തോ അമ്മ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു മോനില്ലാതെ പോയി കാണാം. തിരിച്ചു വരുമ്പോഴാണ് കഥയെ കയറത്തെ 30 കിലോ കുറച്ചത്. എനിക്കിതൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇവ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ദേഷ്യം മാറി. 30 കിലോ കുറച്ചതിന് ശേഷമുള്ള ഫോട്ടോ ഇത് എനിക്ക് തന്നിട്ട് കുറച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ചെന്നിറങ്ങിയപ്പോഴും ഒക്കെ വലിയ കുഴപ്പമില്ല. ക്ഷീണം എൻ്റെ മുഖത്ത് മരുഭൂമിയായിട്ട് മരുഭൂമിയിലെ അമ്മ ഒക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ഒരു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പോയപ്പോൾ അവൻ നടന്നു പോകുന്നതൊക്കെ ഒരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഈശ്വര ഈ ചെറുക്കൻ ഈ ആരോഗ്യം പോലും ഇല്ലാതെ എങ്ങനെ ഈ മരുഭൂമിയിൽ നടന്നു. എന്നിട്ടും അവൻ അവിടെ കിടന്നൊരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതൊന്നും സാരമില്ലെന്നുള്ള മട്ടിലൊക്കെ ഞാൻ കണ്ട ആ വീഡിയോ ഒക്കെ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഗൾഫിൽ പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പലർക്കും. അത് ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയും ആടുജീവിതം ഒന്ന് കാണണം. പട്ടിണി കിടന്നിട്ടാണ് അവർ ഓരോരുത്തരും മിച്ചം പിടിച്ച് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ ആ പടം വരാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും കാണണം ആ സിനിമ. കാരണം കണ്ടിട്ട് എല്ലാ പെണ്ണുങ്ങളും കരയും. ഞാൻ എഴുതി തരാം. അല്ല ബ്ലസ്സി ആലോചിച്ച് നോക്കി, ഒരൊറ്റ പടം ചെയ്യാതെ ഇതിൻ്റെ പുറകെ 10-12 വർഷം നിൽക്കാതെ അവനുള്ളൊരു അംഗീകാരം ഇതുവരെ ചെയ്തതിൽ കൂടുതലായിരിക്കും ഈ പടത്തിൽ കിട്ടാൻ പോകുന്നത്. ആദ്യത്തെ 3-4 മാസം പറ്റിയില്ല. കാരണം ഞാനൊരു അനാഥയായൊരു ഫീലിംഗ് ആയിപ്പോൾ എനിക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നപ്പോഴൊന്നും ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല. എൻ്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല. എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. ആരോ പറഞ്ഞ പോലെ വലത് കൈയിലെ ഉള്ളം കയ്യിൽ വെച്ച് രാജകുമാരിയെ പോലെ അത് എന്നെ കൊണ്ട് നടന്നു കുറേ വർഷക്കാലം. സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് സംശയമായിരുന്നു. എൻ്റെ കയ്യിലൊരു നീല ഷർട്ടും ഒരു മുണ്ടും ഇരിപ്പുണ്ട്. അതാണ് അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ഇട്ടിരുന്നത്. അയ്യോ അവരെ ഭയങ്കര കൊഞ്ചിക്കര പൊന്നുമോനെ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. ഇന്ദിരാജൻ രാജീവ് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ്റെ പൊന്നുമോൻ ആരാധവ രണ്ടുപേരും കൂടെ പണ്ട് മത്സരം ഞാനാന്ന് പറയും. മറ്റവൻ രാജു ഇന്ദിരനെ പിടിച്ച് തള്ളിച്ച് ഞാനാച്ചാ. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വഴക്ക്. ആരാണ് പൊന്നുമോൻ എന്നുള്ളത്. പ്രിയ വന്നത് എൻ്റെ ട്രിവാൻഡ്രം വീടിൻ്റെ പാല് കാച്ചിയതായിരുന്നു തോന്നുന്നു. ഏതാണ്ടൊക്കെ ഒരു മണം കിട്ടുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ചോദിക്കുന്നില്ല. അത് തന്നെയായിരുന്നു ഇന്ത്യന്. പിന്നെ കേട്ടാ അമ്മയുടെ കൂടെ ഇതൊഴിയാതെ അഭിനയിക്കുന്നില്ലേ പൂർണ്ണിമ എന്നൊക്കെ പറഞ്ഞ് കഥ നടക്കുമ്പോൾ നമുക്കറിയാം ക്ലൈമാക്സ് എന്തോന്നുള്ളത് അല്ലേ. അല്ലാതെ വെറുതെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വരികയല്ലെന്ന് എനിക്കറിയാം. ഭയങ്കര പാട്ട് പൂർണ്ണിമ വരുമ്പോൾ അയ്യോ അങ്ങ് വെച്ച് അലക്കലോട് അലക്കല്. ആക്ച്വലി മല്ലികാമ്മ ഇവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആടുജീവിതത്തെ പറ്റിയിട്ട് മല്ലികാമ്മയുടെ അടുത്തു നിന്നാണ്. അതായത് ഇത്രയും രാജുവേട്ടൻ എഫേർട്ട് എടുത്ത വേറൊരു പടമില്ല. 7 വർഷത്തോളം മാറ്റിവെച്ച ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ പറഞ്ഞിരുന്നു ഓർക്കുമ്പോഴേ സങ്കടം വരും. നീ ആ പടം കാണുമ്പോൾ ഞാൻ ഇരുന്ന് കരയെന്നുള്ളത് 100 തരവാണ്. അതുകൊണ്ട് അവനില്ലാത്തപ്പോൾ ഒളിച്ചു പോയി കാണുന്ന ഇഷ്ടം. അവൻ്റെ അടുത്തിട്ട് കരയാനും ഒക്കെ എന്തോ അമ്മ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു മോനില്ലാതെ പോയി കാണാം. അല്ല ഇവിടെ സത്യം പറയാം. കാരണം വെച്ചാൽ എന്ത് പറ്റി ഇവര് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലായിരുന്നു. ഫോട്ടോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല ഈ 30 കിലോ കുറച്ചതിന് ശേഷമുള്ള ഫോട്ടോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. കുറച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ചെന്നിറങ്ങിയപ്പോഴും ഒക്കെ വലിയ കുഴപ്പമില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു ഇവരൊരു ക്ഷീണം എൻ്റെ മുഖത്ത് മരുഭൂമിയായിട്ട് മരുഭൂമിയിലെ അമ്മ ഒക്കെ അയ്യോ ഇങ്ങനെയൊക്കെ ഒരു കൂടെ പോയവരോട് പറഞ്ഞ് ചട്ടം കെട്ടി വെച്ച് അത് കുറച്ച് വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു വെച്ച് അത് അതല്ല വലിയ വേറെ വലിയൊരു കുഴപ്പം. ഇങ്ങനെയൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് വീട്ടിലും പറഞ്ഞു അപ്ഡേറ്റ്സ് ഒന്നും അതാ പറഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവസാനം പാവം എന്തോരം തിരക്കായിരിക്കും ബ്ലസ്സിക്ക്. ഞാൻ ബ്ലസ്സിയെ വിളിച്ചു. അവന് ബ്ലസ്സി എങ്ങനെയുണ്ട് അവിടെ കൊറോണ അത് ഇത് മോനാണ് ഒരു ക്ഷീണം. ഒന്നും ചേച്ചി ഒന്നും പേടിക്കണ്ട, ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്ക് വളരെ ഇതായിട്ടൊരു ഡോക്ടറെ പോലും അവർ തന്നിട്ടുണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഇവരെങ്ങനെ ക്ഷീണിച്ചു എന്നൊക്കെ ഉള്ളത് എൻ്റെ മനസ്സിൽ കിടക്കുക. തിരിച്ചു വരുമ്പോഴാണ് കഥയെ കയറത്തെ 30 കിലോ കുറച്ചതൊക്കെ. എന്ത് തോന്നി ഫസ്റ്റ്? എന്ത് തോന്നാൻ, ഞാൻ എൻ്റെ ചേട്ടൻ വലിയ ഡോക്ടറല്ലേ അമേരിക്കയിൽ. ഞാൻ അപ്പോൾ ചേട്ടന് പറഞ്ഞിങ്ങനെ ഒരു സഡൻ റിഡക്ഷനും പെട്ടെന്ന് വീണ്ടും ആ വെയിറ്റ് റീഗെയിൻ ചെയ്യാനുള്ള അത് അത്ര ഒരു സുഖകരമായ ഏർപ്പാടല്ല. അത് ഇവനോട് ആദ്യമേ പറഞ്ഞു പലരും. ബ്ലസ്സി സാറിനൊക്കെ അറിയാതെ അദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു അങ്ങനെ എത്ര നമുക്ക് ഡ്രാസ്റ്റിക്കായിട്ട് അങ്ങനെ കുറയ്ക്കരുത്, എന്നിട്ട് പെട്ടെന്ന് അത് അപകടമാണ്, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കിതൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇവ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ദേഷ്യം മാറിയില്ല. ഞാൻ ചേട്ടാ ഇങ്ങനെ ചെയ്യരുത്. അല്ലമ്മേ അത് എന്താണെന്ന് വെച്ചാലേ വേറൊന്നുമില്ല, അങ്ങനെ പട്ടിണിയൊന്നും കിടന്നില്ല. എനിക്കിങ്ങനെ ഒരു ജ്യൂസ് തരും രാവിലെ, ഉച്ചയ്ക്ക് 2 മറ്റേ ബോയിൽഡ് വെജിറ്റബിൾ തരും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് കഴിച്ചിട്ടുള്ള നീ കഴിക്കാൻ കിട്ടും എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ ഇതാണോ ഇവിടെ കഴിക്കുന്നത്? അല്ല ഇവിടെ നമ്മൾ ചുമ്മാ അതുപോലല്ല. അവിടെ പോയപ്പോൾ മെലിയണമായിരുന്നു അങ്ങനെ ഇങ്ങനെ.
പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പോയപ്പോൾ അവൻ നടന്നു പോകുന്നതൊക്കെ ഒരു ഷോട്ട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ച് ഈശ്വര ഈ ചെറുക്കൻ ഈ ആരോഗ്യം പോലും ഇല്ലാതെ എങ്ങനെ ഈ മരുഭൂമിയിൽ നടന്നു. പിന്നെ ഒരു സമാധാനം ബ്ലസ്സിയെ പോലുള്ളൊരു കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഈ പറഞ്ഞിട്ട് എന്നിട്ടും അവനവിടെ കിടന്നൊരു മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതൊന്നും സാരമില്ലെന്നുള്ള മട്ടിലൊക്കെ ഞാൻ കണ്ട ആ വീഡിയോ ഒക്കെ ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മിക്ക ഇൻ്റർവ്യൂവിലും ഞാനിപ്പോൾ പറയാറുണ്ട്. ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ മോൻ്റെ ഇന്ന പടം പോയി കാണണം, ഇന്ദ്രജിത്ത് അഭിനയം ചെയ്ത് കാണണം. പക്ഷേ ഇതെനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാരോടും വിദേശത്ത് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ഭാര്യമാർ നിർബന്ധമായിട്ട് കാണണമെന്നത്. കാരണം ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എനിക്ക് അനുഭവമുള്ളത് തിരിച്ചു വരുമ്പോൾ നാളെ ചേട്ടൻ വരിക, എയർപോർട്ടിൽ 2 വണ്ടി നിറച്ച ആൾ വരും. കേട്ടോണം. ഇപ്പോഴത്തെ കാര്യമില്ല. ഞാൻ കുറച്ച് കാലം മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊക്കെ തന്നെ ഇതുപോലെ ഞാൻ വളരെ വേണ്ടപ്പെട്ട ഒരു കൊച്ചനുള്ള പെയിൻറ്ററായിട്ടൊക്കെ പോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ 150 അടി 200 അടി പൊക്കത്തി രാവിലെ കയറ്റും. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകണം എന്താണ്? എവിടെ ബാത്റൂമിൽ പോകണമെന്ന് വേർത്തിങ്ങനെ പോകുമല്ലേ എല്ലാം അമ്മേ, നല്ല വെയിലത്ത് പെയിൻറ്റിങ് ജോലി എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയുള്ളവർ നാട്ടിൽ വരുമ്പോൾ അന്നത്തെ കാലത്ത് ഇപ്പം അത് മാറി. പണ്ട് സ്ഥിരമുള്ളത് ഒരു ടേപ്പ് റെക്കോർഡർ, കൂളിംഗ് ഗ്ലാസ് ഇതൊക്കെയായിരുന്നു. അതെ, കോടാലിത്തൈലം ഇതൊക്കെയായിരുന്നു. ഇപ്പം അതൊക്കെ പിന്നെ ഇവിടെയൊക്കെ കിട്ടിത്തുടങ്ങിയല്ല. പക്ഷേ പ്രതീക്ഷകൾ ഒരുപാടാണ്. പലരും ഇന്നും പ്രതീക്ഷിക്കുന്നത് പേർഷ്യ എന്ന് ഇപ്പോഴും പറയുന്നവരുണ്ട്. ഗൾഫിന് പേർഷ്യയിൽ പോയി കഴിഞ്ഞാൽ നല്ല കാശ് സമ്പാദിക്കാമ്മ, ശരിക്കും ഞങ്ങൾക്കൊരു വീട് വയ്ക്കാം, ഇല്ല അവിടെ കല്യാണം നടത്താം മോടെ. അപ്പോൾ ഇതിങ്ങനെ കുഴിച്ച് വാരുക എന്നൊരു തോന്നലുണ്ട്. അയ്യോ, ഞാനൊക്കെ ഖത്തറിൽ പോയിട്ട് 6-7 വർഷം താമസിച്ചപ്പോൾ നമുക്കറിയാവുന്ന എത്ര മലയാളി പിള്ളേർ എന്തിനാ പറയുന്നത്, ഞാൻ ആരാധൊന്നും പറഞ്ഞില്ല. എൻ്റെ ഹോട്ടലിൽ ഞാൻ എടുത്ത ഒരു 10, 36, 40 പേരോളം ഉണ്ട്. അതിൽ ഒരു BA-BEdകാരൻ, ഹൗസ് കീപ്പിങ്, മറ്റേത് പിന്നെ അതുപോലെ ഒരു സൂപ്പർവൈസർ. ഈ ടോയ്ലറ്റ് ക്ലീൻ അല്ല, നമ്മുടെ ഇവിടുത്തെ ടോയ്ലറ്റ് പോലെ അല്ല, എന്നാലും അത് അതിൻ്റെ ടിഷ്യൂ ഓട്ടോമാറ്റിക് ആണല്ല, സെൻസർ പോലത്തെ സംഭവങ്ങളല്ല. അത് ടിഷ്യൂ ഉണ്ടോ, പിന്നെ പൂക്കൾ വെച്ചിക്കണം, സ്പ്രേ അടിക്കണം, ഇതൊക്കെ നോക്കി സൂപ്പർവൈസ് ചെയ്യാനായിട്ടാണ് BA-BEdകാരനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കുഞ്ഞിനോട് ചോദിച്ചു, ചവറ അടുത്ത വീട്, ഞാൻ ചോദിച്ചു, മോനെ ഇത് ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ, എന്താണെന്ന് മനസ്സിലായോ? ഒന്നുമില്ല, ബാത്റൂമൊക്കെ ക്ലീനാണോ നോക്കുക, പാർട്ടിയൊക്കെ നടക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക, നാപ്കിൻസൊക്കെ കറക്റ്റ് സമയത്ത്. അറിയാമോ? ഞാൻ പറഞ്ഞു, ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനൊരു ജോലി എന്താ നോക്കാൻ കാര്യം? അമ്മ ഇച്ചിരി കടമൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കൊടുക്കുന്ന ശമ്പളം ഇന്ത്യൻ രൂപയായിട്ട് നോക്കുമ്പോൾ സാമാന്യം തെറ്റില്ലാത്ത ഒരു പൈസ ആദ്യമേ കിട്ടും. പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടിക്കൊടുക്കുമല്ലോ. അത്യാവശ്യമായിട്ട് കുറച്ച് പണം നാട്ടിലേക്ക് ആവശ്യമുണ്ട്. എനിക്ക് വാസ്തവത്തിൽ കഷ്ടം തോന്നി. കാരണം അത്രയും ഒരു ജോലിക്ക് ഇവിടെ നടന്നിട്ട് കിട്ടാതെ വന്നിട്ട് ഇതേ ആളെൻ്റെ അടുത്ത് പറയാണ്, പണ്ട് മസ്കറ്റിൽ ജോലി കിട്ടും, റിയാദിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി പൈസയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തമ്മേ. ജോലിയും കിട്ടിയില്ല, വിസയും കിട്ടിയില്ല, പൈസ പോയി, ഒന്നും നമുക്ക് മിണ്ടാനൊക്കത്തില്ല. അവർക്ക് ദേഷ്യം വരും. പിന്നെ ഞാനെടുത്തു പുള്ളിയെ. പക്ഷേ എനിക്ക് അപ്പോഴും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ എനിക്കൊരു വിഷമം. BA-BEd പഠിച്ചൊരു കുട്ടി ടോയ്ലറ്റിലെ ടിഷ്യൂ നോക്കുക, പൂക്കൾ നോക്കുക, സ്പ്രേ അടിക്കുക, ഇതൊക്കെ എന്താ കഥ? ഒരു പഠിത്തം വേണ്ടാത്ത ജോലികളാണ് ആ കുട്ടി അവിടെ ചെയ്തതൊക്കെ. അപ്പം ഈ ഗൾഫിൽ പോകുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പലർക്കും. അത് ദൈവത്തെ വിചാരിച്ച് ഞാൻ പറയും, ആടുജീവിതം ഒന്ന് കാണണം. നമ്മളിവിടുന്ന് ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഭാര്യയും വീട്ടുകാരും ഒക്കെ കൂടെ വിടും. പക്ഷേ അവിടെ ചെന്ന് ഒരു വർഷം എന്താണ് നമ്മുടെ കുഞ്ഞ് ചെയ്യുന്നത്, അവരെവിടെയാണ് എന്ന് അന്വേഷിച്ച് അറിയേണ്ടതും കൂടെ വീട്ടുകാരുടെ ഒരു ബാധ്യതയാണ്. ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെയാണ്, കാലം അങ്ങനെയാണ്. ഇത്രയും പേരൊന്നും ഇതുപോലെ ജോലിക്കൊന്നും അവിടെ പോയി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ കഥകളൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. കാരണം മോൻ്റെ ചില ഷോർട്സ് ഇതൊക്കെ കണ്ടപ്പോൾ ഈശ്വര, പണ്ട് ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ വരുമ്പോൾ എനിക്കത് കൊണ്ടുവന്നോ ചേട്ടാ, അല്ലെ മാമ, അല്ലെ അച്ഛ, എനിക്കിത് കൊണ്ടുവന്നോ. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വരുമ്പം പട്ടിണി കിടന്നിട്ടാണ് അവർ ഓരോരുത്തരും മിച്ചം പിടിച്ച് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഈ ആടുജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഒരു അപേക്ഷയാണ്. എല്ലാവരും പോയി കാണണം. ഒരു യഥാർത്ഥ ഒരു എന്താ പറയുക, നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഗൾഫിൽ ചെന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അതുപോലെ വിദ്യാഭ്യാസം ഉണ്ടായി അതുപോലത്തെ വലിയ കമ്പനികളിലും വലിയ ജോലിയിലൊക്കെ കയറിയാൽ ചിലപ്പോൾ പറ്റും. ഈ സാധാരണക്കാർ നാട്ടുപുറത്തു നിന്നൊക്കെ ഗൾഫിൽ ജോലി കിട്ടി എൻ്റെ മോനെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി സമയം കൊടുക്കുക അവർക്ക് വിശ്വസിക്കാൻ. ഒരു 4-5 വർഷം
ഒന്നും നീ അയച്ചു തരണ്ട മോനെ എന്ന് പറയാൻ ഉള്ള ഒരു സംഭവങ്ങൾ വീട്ടിൽ കണ്ടുകൊണ്ട് വേണം ഈ പിള്ളേരെയൊക്കെ അയക്കാനായിട്ട്. ഇത് സത്യം, ഇപ്പോഴത്തെ കഥയല്ല, നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാ. എത്രയോ പേരിങ്ങനെ കഷ്ടപ്പെട്ട് കാണുക. ഇപ്പോൾ ഇത് ഒരു നജീബ് എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കഷ്ടപ്പാട് നമ്മളൊക്കെ അറിഞ്ഞതുകൊണ്ടാണല്ലോ ബെന്യാമിൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത്. അതിപ്പോൾ ഇങ്ങനെ സിനിമയായിട്ട് വന്നത്. അയ്യോ, ഞാൻ ആ പടം വരാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും സത്യം എനിക്കങ്ങ് സങ്കടമാണ് അത് കാണുമ്പോൾ. ഇപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ച് കണ്ടപ്പോഴേ എനിക്ക് സങ്കടം വരുന്നത്. അപ്പോൾ ഞാനെല്ലാം ഈശ്വര മുഴുവൻ സിനിമയും കൂടെ എങ്ങനെ കാണുമെന്നോ. അല്ല മല്ലികമ്മ, ഞാൻ ഓർത്ത് തന്നെ പറയാം, അതിനകത്ത് ട്രെയിലറും ഇതും രാജേട്ടൻ മരുഭൂമി കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ, കാരണം നമ്മുടെ മുമ്പിൽ ഈ ഭയങ്കര സുന്ദരനായിട്ടുള്ളൊരു മലയാളം നടൻ അയ്യോ നോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം. ഞാൻ ആദ്യം ആലോചിച്ചത് അമ്മയെ പറ്റിയിട്ടാണ്. ഒരു അമ്മ എന്നുള്ളതിന് എൻ്റെ കുഞ്ഞെന്നല്ലേ തോന്നാം. അല്ല ശരി, തീർച്ചയായിട്ടും. ഞാൻ പഠിച്ച കോളേജിൽ ഒരു വിമൻസ് കോളേജ് ട്രിവാൻഡ്രത്ത് ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ എല്ലാവർക്കും ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ, മല്ലിക ഇതൊക്കെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലിക, ഇതാണ് ചോദിക്കുന്നത് എല്ലാവരും. ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ എന്താ പറയാ? സത്യം അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സ്വയം സമാധാനിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ എൻ്റെ മോൻ ഇവിടെ ഉണ്ടല്ലോ, നന്നായല്ലോ, അതിലോട്ടങ്ങ് ഫോക്കസ് ചെയ്യും. പിന്നെ ഇതവിടെ പോയപ്പോൾ എന്തൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചാലും അത് കാണുമ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് അസുഖമൊന്നും വരാതെ ദൈവം ഇനി കൊണ്ട് എത്തിച്ചല്ലോ എന്നുള്ള ഒരു ഈശ്വരനോട് നന്ദി പറയാം. അയ്യോ, ദൈവം തമ്പുരാൻ മുകളിലുണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്ന വേദന ആയിരിക്കത്തില്ലല്ലോ എല്ലാവർക്കും തോന്നുന്നത്. കാരണം എനിക്ക് ഈശ്വര സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ, ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനെ വെയിറ്റ് കുറച്ചുള്ള പടമൊന്നും എൻ്റെ പൊന്നോ ചെയ്യരുത്, ഇത്രയും അങ്ങോട്ട് ഇടരുത് കേട്ടോ ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു. എനിക്കതുകൊണ്ട് എല്ലാവരും കാണണം അപ്പം സിനിമ. കാരണം കണ്ടിട്ട് എല്ലാ പെണ്ണുങ്ങളും കരയും. ഞാൻ എഴുതി തരാം. അല്ല സത്യം വെച്ചാൽ അത് നമ്മുടെ മകനെന്നുള്ളതല്ല അവിടെ കാണുന്നത്. ഒരു വ്യക്തി ഇങ്ങനെ ആയിരുന്നു, പക്ഷെ അതിനുവേണ്ടി എൻ്റെ മോൻ ഇത്രയും ത്യാഗം സഹിച്ചല്ലോ എന്ന് കാണുമ്പോൾ വർഷമാണ് ഒരു ആക്ടറുടെ ബ്ലെസ്സി ആലോചിച്ച് നോക്കി. ഒരൊറ്റ പടം ചെയ്യാതെ ഇതിന്റെ പുറകെ 10-12 വർഷം നിൽക്കാതെ മനുഷ്യന്റെ കാല് തൊട്ട്. 2008 ഇതിന്റെ ഒരു ഇത് ആദ്യമായി തുടങ്ങിയത്. ഇത്രയും നാളെടുത്തു തിരശീലയിലേക്ക് വരാനായിട്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം. ഈ പറഞ്ഞ പോലെ ചെയ്ത കഷ്ടപ്പാട് ദൈവം കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ മോന് കുറച്ച് അല്ല, ഇപ്പം അംഗീകാരം എന്ന് പറഞ്ഞാൽ അവാർഡായിട്ട് കിട്ടിയ എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവനുള്ളൊരു അംഗീകാരം ഇതുവരെ ചെയ്തതിൽ കൂടുതലായിരിക്കും ഈ പടത്തിൽ കിട്ടാൻ പോകുന്നത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പറയും. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ, പലരും പലതും പറയും പൊളിറ്റിക്സാണ് അവാർഡ് മറ്റാണ്. ഞാൻ ഈ അവാർഡുകളെക്കുറിച്ച് അതുകൊണ്ട് സംസാരിക്കാറേ ഇല്ല. പക്ഷേ എൻ്റെ മകൻ കഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഈശ്വര അസുഖങ്ങളൊന്നും വരുത്താതെ ഈശ്വരന് അത് കൊറോണയുടെ കാലവും ഞാൻ സുഖമായിട്ട് കൊണ്ട് എത്തിച്ചല്ലോ എന്നുള്ളത് ഇന്നും ഞാൻ ഭഗവാനോട് നന്ദി പറയാം. അപ്പൊ ഈ ജോർദനിലൊക്കെ രാജുവേട്ടൻ പെട്ടുപോയതൊന്നും മല്ലികാമ്മ അവര് കാര്യമായി അറിയിക്കുക? അല്ലല്ല, ജോർദനിൽ വരാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഫ്ലൈറ്റ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവർ വിളിച്ചു, അമ്മയെ ലാലേട്ടൻ വിളിച്ചിരുന്നു, സുരേഷ് ഗോപി വിളിച്ചിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഈശ്വര എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഇൻഫർമേഷൻ വന്നു, അതിപ്പോൾ നമ്മളായതുകൊണ്ടായിരിക്കും, വിഷമിക്കേണ്ട, ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഞാൻ പറഞ്ഞു, അതിൻ്റെ അല്ല സാർ, എൻ്റെ മകൻ മാത്രമല്ല, ആ മണലാരണ്യത്തിൽ നിന്ന് എല്ലാവരെയും ഒന്ന് കരകയറ്റി കൊണ്ടുവരണ്ടേ. അതിനിടയ്ക്ക് മോൻ തന്നെ പറഞ്ഞില്ലേ, പാവം ബ്ലസ്സിക്കൊക്കെ ഇത്രയും നാളവിടെ കിടന്നിട്ട് ഈ ടെൻഷനും എല്ലാം കൂടെ അവസാനം വയ്യാതായി. അവനും ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു പരുവായിരുന്നു. പിന്നെ ഏതായാലും എന്തോ ദൈവം എല്ലാവരെയും ഇപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പം നമുക്കും സന്തോഷം. ബ്ലസ്സിയുടെ ചിരി, മോൻ്റെ ചിരി, ഒരു കാംനെസ്. ആ തിരിച്ചിങ്ങ് വന്നതിന് ശേഷമേ ആദ്യമായിട്ട് ആ ഒരു രൂപത്തിൽ രാജേട്ടനെ കണ്ട ഒരു മൊമെന്റ് ഒന്ന് പറയാമോ? അതായത് ഇത്രയും എനിക്ക് ഇതുവരെ കണ്ടില്ലല്ലോ. അവൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ആ രൂപത്തില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് വണ്ണം വന്നിട്ടില്ല, കുറച്ചൊക്കെ. എന്നാലും ആ മുഖത്തെ ഒരു ഒട്ടലൊക്കെ, മറ്റേ കവളൊക്കെ അങ്ങ് പോയി. എന്തോന്നോ ചെയ്ത് 30 കിലോ ഒക്കെ പോയി. എൻ്റെ പൊന്നുമോളെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അയ്യോ, കവളും പോയി, എല്ലാം പോയി. ഇവിടെ ഒക്കെ അങ്ങോട്ട് നീണ്ട കഴുത്തൊക്കെ, ദേഹമൊക്കെ ഉടുപ്പൊക്കെ ഊരിയാലുണ്ടല്ലോ ബോധം കെട്ട്. ഞാനെങ്ങാനും ജോർദാനിലായിരുന്നു, ഞാൻ മിക്കവാറും അവിടെ കിടന്ന് ഞാൻ ചത്തേനെ, ഹാർട്ട് അറ്റാക്കോ വല്ലോ. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അല്ല സത്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് മോന് ഈ പറഞ്ഞിട്ട് കൊറോണ കിട്ടിയതൊക്കെ. അതിൻ്റെ ഒരു ബാക്കിയാണോ എന്ന് അറിഞ്ഞിട്ടാ. ഏതായാലും വന്നപ്പോഴത്തേക്ക് മുഖത്തെ, പിന്നെ ഇവിടെ വന്ന് പതുക്കെ ഫുഡൊക്കെ മര്യാദയ്ക്ക് കഴിച്ച് ഒറ്റയടിക്ക് പെട്ടെന്ന് തുടങ്ങാനും ഒക്കത്തില്ല, അതും കേടാ. അപ്പോൾ ഈ കുറച്ച് എന്നുള്ളത് കുറേശ്ശെ കൂട്ടി നോർമലായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയപ്പം
എന്നാലും ഈ ബോഡി ശരിയാവാനായിട്ടൊരു 3-4 മാസം എടുത്തു എന്നല്ലേ. അപ്പൊ അമ്മയിൽ നിന്ന് ഇതൊക്കെ മറച്ചു വെച്ചാലും ഇതൊക്കെ അറിയാനും ഇതേപോലെ തന്നെ ടെൻഷൻ അടിക്കാനും ഉള്ള ഒരാളാണ് സുപ്രിയ മാം. പക്ഷെ ആസ് എ ബോർഡ് ലേഡി ഷീ മൈറ്റ് ഹാവ് ഹാൻഡിൽഡ് ഇറ്റ്. എങ്ങനെയായിരുന്നു അപ്പൊ അത്? സുപ്രിയ എന്നോടൊന്നും പറഞ്ഞില്ല. കുറച്ച് വണ്ണം ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും സുപ്രിയ അടുത്ത് അമ്മയ്ക്ക് അറിഞ്ഞ അമ്മയ്ക്കൊരു വിഷമമായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും സുപ്രിയ തന്നെത്താനെ അത്. പിന്നെ സുപ്രിയയുടെ അമ്മയുണ്ട് കൂടെ. അതാണേ സുപ്രിയയ്ക്ക് അമ്മയുമായിട്ടെങ്കിലും സംസാരിക്കാം. ഞാൻ ആരോട് സംസാരിക്കാനായി? എനിക്ക് അതിനെക്കാട്ടിൽ ഇതൊന്നും ഇന്ദ്രനോട് ചോദിക്കണം. ഇന്ദ്രൻ ആര് പറഞ്ഞു ഒന്ന് അവനും കള്ളം പറയാം എൻ്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലേ ഞാൻ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ആ കൂടെ വെപ്പറാണ് ഇത് ആര് പറയുന്നതാണോ സത്യം. അയ്യോ വല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്കത്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ തിയേറ്ററിലിരുന്ന് കരയുമ്പോ അമ്മ എന്തിനാ കരയുന്നതെന്ന് രാജേട്ടൻ. അതെന്താ പറയാൻ വെച്ചാൽ നന്ദനം ഫസ്റ്റ് പടം കോഴിക്കോട് ഡേവിസണിൽ ആദ്യത്തെ ഒരു പ്രീമിയർ ഷോയാണ്. റിവ്യൂ ആണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഡേവിസൺ തിയേറ്റർ. ഇന്നിപ്പോൾ ആ തിയേറ്റർ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ രഞ്ജിത്ത് സാറുണ്ട്, രാജുവുണ്ട്, ഞാനുണ്ട്. എല്ലാം കണ്ടൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ കോരിത്തരിച്ചിട്ട് അവസാനത്തെ ക്ലൈമാക്സ് ഈ പറഞ്ഞതിൻ്റെ VIP വന്നിരിക്കുന്നു, ഇവർക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, ഇപ്പം കയറ്റാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ കൃഷ്ണൻ വെളിയിൽ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഏത് VIP വന്നാലും ഭഗവാൻ അവിടെ ഉണ്ടോയെന്നുള്ള ആർക്കും അറിയാൻ വയ്യ. അവിടെ അപ്പം പുറത്ത് വന്ന് നിൽക്കുന്നത് എനിക്ക് അത് കണ്ടപ്പോഴത്തേക്ക് ഇല്ലേ ഈശ്വര ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളൊക്കെ ഒരു സ്വയം മുദ്ര കുത്തി VIP മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാലും ഭഗവാനും കൂടെ തോന്നണം ഞാൻ ആർക്ക് കൊടുക്കണം ദർശനം എന്നുള്ളതല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പുറത്ത് വരികയും ഞാൻ കണ്ടു എന്നൊക്കെ നവ്യയുടെ ഡയലോഗും ഞാനൊരു ഇമോഷണലായിപ്പോയി. കാരണം 2 കാര്യങ്ങൾ ചിന്തിച്ചു. ആദ്യമായിട്ട് എൻ്റെ മോൻ ഇങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റി. ഫസ്റ്റ് ഷോട്ട് സുഖേട്ടൻ്റെ പടം തന്നെ അവൻ്റെ അച്ഛൻ്റെ പടമായിട്ട് വെച്ച് അത്. പിന്നെ അവസാനം അതിങ്ങനെ ഭഗവാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിച്ചതുപോലെ. അപ്പം ഞാൻ പറയൂ എൻ്റെ മോന് നല്ലൊരു ഐശ്വര്യമുള്ളൊരു പടം എന്നൊക്കെ ചിന്തിച്ചിട്ട് കുറച്ച് ഇമോഷണൽ. കുറച്ച് കഴിയുമ്പോൾ രാജു അപ്പൊ അല്ല അന്ന് പക്ഷെ ഇത്ര പ്രായം ചെറിയ പയ്യനല്ലേ? അതെ 19 വയസ്സ്. 19 വയസ്സുള്ള അപ്പൊ ഞാനിങ്ങനെ ഇത് കണ്ടിട്ട് അമ്മ എന്തോ കരയെന്നോ അല്ല എന്തോ എനിക്കൊരു ഭക്തി പോലെ തോന്നിയിട്ടുണ്ടാകും മോനെ. ആകെ കൂടെ എനിക്ക് അതുപോലെ ഞാൻ അമ്പലത്തിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പണ്ടുമുണ്ട് ഞാൻ എൻ്റെ അമ്മ എൻ്റെ ചേച്ചിമാർക്കൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ കണ്ണ് നിറഞ്ഞ് ചിലപ്പോൾ വെള്ളം വരെ. അപ്പോൾ ഇന്ദ്രനും രാജുവും 2 പേരും പറയും അമ്മ കരയോ ഇന്ന് അമ്പലത്തിൽ അവിടെ വരുമ്പോൾ അല്ല ഇന്നേ അവിടെ വന്നൊന്ന് കരയൊക്കെ അതിന് മുമ്പേ ഞങ്ങൾ വെളിയിലോട്ടിറങ്ങാം. ഇല്ലെങ്കിൽ അവരൊക്കെ വിചാരിക്കും ഞങ്ങൾ ഏതാണ്ട് പറഞ്ഞിട്ടാ പാവം നിന്ന് ദൈവത്തിനോട് പരാതി പറഞ്ഞ് കരയുന്നത്. അല്ല മല്ലികാമ്മ അന്ന് ഇപ്പൊ ഈ 19 വയസ്സുള്ള രാജേട്ടനും ഇന്നത്തെ രാജേട്ടനും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. എന്നാലും അമ്മ എന്തിനാ കരയുന്നുള്ള ആ ഒരു മെച്യൂരിറ്റി അന്നേ ഉണ്ടോ? ചുമ്മാ ചോദിക്കും വെറുതെ. പിന്നെ കുറെ തമാശ ഉണ്ടേ. അല്ല ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല രഞ്ജേട്ടൻ ഇവിടെ ഒരാളിരുന്ന് കരഞ്ഞ് തള്ളുന്നത് കർച്ചീഫൊക്കെ എന്നൊക്കെ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. അതവ കണ്ടു എന്നുള്ളത് സത്യമാണ്. അപ്പം കരുതി എനിക്ക് എന്തൊക്കെയോ ഒരുപാടൊരു സമ്മിശ്ര വികാരങ്ങളായിരുന്നു. ഭഗവാനെ ഇതാണ് ആരും വലിയ ആളാവരുത്. ഞാൻ എപ്പോഴും പറയാം ഞാൻ എൻ്റെ മക്കൾക്ക് അതും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളാരും മോനെ വന്നപ്പോൾ ഇങ്ങനെയൊന്നുമല്ല വന്നത്. നമ്മൾ വളർന്ന വഴി ചുറ്റുപാട് നമ്മുടെ പാരമ്പര്യം നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു ഉദ്യോഗസ്ഥനായ അച്ഛനും അമ്മയ്ക്കും ഒക്കെ. ഇപ്പോൾ എൻ്റെ അച്ഛൻ യൂണിവേഴ്സിറ്റിയിൽ നല്ല ഉദ്യോഗമായിരുന്നു. അച്ഛൻ ഈ സാൻസ്ക്രിറ്റ് എമ്മയും മലയാളം എമ്മയായിരുന്നു. അപ്പോൾ അത് കാരണം ഈ മാനുസ്ക്രിപ്റ്റ്സിൻ്റെ ഈ താളിയോല ഗ്രന്ഥങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം. അപ്പോൾ അവിടെ അച്ഛൻ ജോലി ചെയ്തു, ഞങ്ങളൊക്കെ പഠിക്കുന്നു. ചേട്ടൻ മെഡിക്കൽ കോളേജിൽ, ഞങ്ങളെല്ലാവരും ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വന്നെങ്കിലും നമ്മുടെ ചുറ്റുപാടും നമുക്ക് വളർന്നതും നമ്മുടെ കുടുംബം എന്താതൊക്കെ എല്ലാവർക്കും അറിയാം. ഞാനല്ലേ പറയുന്നത് ഒന്നുമില്ലെങ്കിലും ശരി കഞ്ഞി കുടിച്ച് കിടക്കും ഞങ്ങളൊക്കെ. ഇച്ചിരി അരിയും തേങ്ങായും ഒക്കെ ഉണ്ടെന്ന്. ഇനി പോര് മോനെ നീ അഭിനയിച്ചില്ലെങ്കിൽ ചമ്മന്തി അരച്ച് കഞ്ഞി കുടിച്ച് കിടക്കാമെന്ന് ഞാൻ പറയും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് അതൊരു അഹങ്കാരമായിട്ട് പറയല്ല. നമുക്ക് ആർഭാടമൊന്നും എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഓവറായിട്ട് കാണിക്കുന്നത്. കാരണം നമ്മൾ ആരായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആരൊരു ലെവലിൽ പോകുന്നതല്ലേ നല്ലത്. അതിൻ്റെ അപ്പുറത്തെ ആളാണ് ഞാനെന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ചിരിയായിരിക്കും അവർക്ക്. അയ്യോ കഷ്ടം ഇവർക്കെന്തോ കുഴപ്പമുണ്ട് കേട്ടോ ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ കരച്ചിൽ വരിക ഇതൊക്കെ വളരെ ചിലപ്പം ഈ പ്രത്യേകിച്ച് എനിക്ക് ഈ ആടുജീവിതത്തിൻ്റെ ഇത് അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടം വന്നു. ഇവൻ്റെ വിളിയും വളരെ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ടേ അയ്യോ
എന്തൊക്കെയോ എനിക്ക് ആകെ കൂടെ ഈശ്വര ഇതൊക്കെ എങ്ങനെ കണ്ടോണ്ട് നിന്ന് ഇവൻ്റെ കൂടെ പോയവരൊക്കെ ഇനി അതെങ്ങനെ കാണും കണ്ടിരിക്കും ആ ഒരു 2-2.5 മണിക്കൂർ മല്ലികാമ്മ ചിന്തിക്കുന്നത്. ഈശ്വര അത് വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം സുകുമാരൻ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ 2 ആൺമക്കൾക്കായാലും ഒരു റോൾ മോഡൽ, മല്ലികാമ്മയ്ക്ക് ഒരു ലൈഫ് തന്നയാൾ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒരു എക്സിറ്റ് അങ്ങ് എടുക്കുമ്പോഴേ ഈ വിഷമം അവരെ കാണിച്ചിട്ടേ ഇല്ലേ 2 മക്കളെയും? കാണിക്കാതിരിക്കാനൊരു ശ്രമിച്ചെങ്കിലും ആദ്യത്തെ 3-4 മാസം പറ്റിയില്ല. കാരണം ഞാനൊരു അനാഥയായൊരു ഫീലിംഗ് ആയിപ്പോൾ എനിക്ക്. അയ്യോ ഈശ്വര, കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നപ്പോഴൊന്നും ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല, എൻ്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നീട് കാലം തെളിയിച്ചു, അയ്യോ എൻ്റെ പൊന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അതെന്തോ ആയിക്കോട്ടെ കേട്ടോ, നമ്മൾ ആ ഒരു സൈഡിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ അപ്പോഴും ഞാൻ മിണ്ടാതെ അയ്യോ എന്നാലും ഈശ്വര ഇങ്ങനെ അല്ലെന്ന് പറഞ്ഞപ്പം എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി. നിങ്ങളിങ്ങനെയൊന്നും ഇരിക്കേണ്ട ആളല്ല, ഇത്രയും പൊട്ടൻഷ്യലുള്ള ലേഡി, നിങ്ങൾ എന്തോന്ന് കാണിക്കുന്നത്, നിങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുമോ, അല്ലെ ഈവൻ നിങ്ങൾക്ക് സിനിമയിൽ തന്നെ തുടരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഉത്സാഹിച്ച് അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ പോയി അച്ഛനും അമ്മയും എല്ലാം കൂടെ സംസാരിച്ച്. പിന്നെ അദ്ദേഹം നേരിട്ട് വന്ന് കല്യാണം ആലോചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അനിയനും ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു അമ്മ വരില്ല, ഇപ്പം പറഞ്ഞിട്ടില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, ആരോ പറഞ്ഞ പോലെ വലത് കൈയിലെ ഉള്ളം കയ്യിൽ വെച്ച് രാജകുമാരിയെ പോലെ അത് എന്നെ കൊണ്ട് നടന്നു കുറേ വർഷക്കാലം. ഒന്നും അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് പോയപ്പോഴും പലരും ചോദിച്ചു എങ്ങനെയാണ് സാമ്പത്തികമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ സാമ്പത്തികം വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എന്നെ നോക്കാനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. എൻ്റെ അച്ഛനും അമ്മയുണ്ട്, ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അതെല്ലാം കരുതി വെച്ചിരുന്നു. അവിടെ ഇവിടെ, അതായത് പിന്നെ എന്താ പറയുക, കാന്തല്ലൂർ, പീരുമേട്, കുട്ടിക്കാനത്ത്, പിന്നെ കാന്തല്ലൂർ, ഇങ്ങനെ പലയിടത്തും സ്ഥലമെല്ലാം വാങ്ങിച്ചതെല്ലാം എൻ്റെ പേരിലാണ്. ഞാൻ പോലും അറിയാതെ എൻ്റെ പേര് കിടന്ന സ്ഥലമുണ്ടെന്നുള്ളതാണ്. ആദ്യം ഞാൻ വിചാരിച്ചു മക്കളുടെ ഒക്കെ ഉള്ള പേരിലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ ഇല്ല അതില്ല മാഡത്തിൻ്റെ പേരിൽ ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ പോയി ലോക്കറിൽ നിന്ന് ആധാരമൊക്കെ എടുക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പറഞ്ഞതുപോലെ എൻ്റെ പേരിലാണെന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്തതും ഒക്കെ. അപ്പോൾ അങ്ങനെ അദ്ദേഹം എല്ലാം കണക്ക് കൂട്ടി കണ്ട് കുറച്ച് പൈസ FD ഇട്ട് അത് വളരെ നല്ല സമർത്ഥമായിട്ട് പ്ലാൻ ചെയ്യാൻ, ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഉള്ള പ്ലാനിങ് ഉസ്താദായിരുന്നു അദ്ദേഹം. അതുകൊണ്ടായിരിക്കാം ദൈവം സഹായിച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞതുപോലെ പഠിപ്പിച്ചപ്പോൾ ലോൺ എടുത്താലും അത് കുറച്ച് കഴിയുമ്പോൾ രാജു തന്നെ തിരിച്ചു അടച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാരവും എനിക്ക് വന്നില്ല. പക്ഷേ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് സംശയമായിരിക്കും. നുണ പറയില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഈ ഷോയിങ് ഓഫ് അല്ല, അത് ഒട്ടും ഇഷ്ടമല്ലാത്തതിനുള്ള. അവിടെ ഹീത്രൂ എയർപോർട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ ശങ്കരാടി ചേട്ടന് പാൻറ്റിടാൻ പയ്യെന്ന് പറഞ്ഞ് മുണ്ട് കൊടുത്ത് ഹവായി ചെരുപ്പ് ഇട്ട് പോയ ആളാണ് അദ്ദേഹം. എന്നിട്ട് അവസാനം ഇറങ്ങി ലോബി ചെന്നപ്പോൾ ശങ്കരാടി ചേട്ടൻ നിങ്ങളുടെ പാൻറ്റും ഒക്കെ ഇട്ട് നിൽക്കുന്നത്. നിങ്ങൾ എന്തൊരു പറ്റിക്കില്ല പറ്റിച്ച് ശങ്കരാടി ചേട്ടാ ചോദിച്ചു പോയി. എടാ അതേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ മുണ്ട് പറ്റത്തില്ലെന്ന് ആരാണ്ടൊക്കെ എന്നോട് ആ പറ്റും. ഞാൻ തണ്ട പാൻറ്റൂരി കളഞ്ഞു മുണ്ട് ഇനി ഞാൻ മാറത്തില്ല, ഈ വേഷത്തിലേ വരുന്നത്. നമ്മുടെ നെടുമുടിച്ചേട്ടനും സുഖേട്ടനും കൂടെ മുണ്ടും, നെടുമുടിച്ചേട്ടൻ നല്ല ചെരുപ്പെങ്കിലും ഇട്ടു, സുഖേട്ട ഹവായി ചെരുപ്പ് ഇട്ട് ഹിത്രു ആരാണ്ട് ഇന്ന് മുണ്ടിൻ്റെ അറ്റത്ത് പിടിച്ചത് പട്ടുകൊണ്ട് കണ്ടപ്പോൾ ഇതെന്തോ അത് ചോദിച്ചോണ്ട് അതൊക്കെ കഥകളാണ്. നമ്മുടെ മണ്ടന്മാരിലുണ്ടല്ലേ ഷൂട്ടിങ്ങിന് പോയപ്പോഴും. അപ്പോൾ ഒരു ഷോയിങ് ഓഫ് ഇല്ല, വേഷം കെട്ടലില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതിൻ്റെ ഈ സുഖിപ്പിക്കൽ വർത്തമാനമില്ല, നുണ പറയത്തേയില്ല, ഒരു കാര്യത്തിന് നുണ പറയും. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് നമ്മളോട് ചോദിക്കും. നിസാരം ചിലപ്പോൾ വെളുപ്പിനെ 3-4 മണിക്കൊക്കെ ആയിരിക്കും ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വരുന്നത്. ഉച്ചയ്ക്ക് കിടന്നത് ഉറങ്ങുമല്ലോ. അപ്പോൾ ഞാൻ ഈ വലിയ കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഉറങ്ങുക കേട്ടോ, ഇപ്പം വിളിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അയ്യോ സാറേ ഇവിടെ ഉണ്ടായിരുന്നു, രാവിലെ വന്ന് ഉടനെ കിടന്ന് ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ എങ്ങാണ്ടിട്ടൊന്ന് പോയി, ഒരു 5 മണിയാകുമ്പോൾ ഇനി വരുമ്പോൾ ഞാൻ പറയാം അങ്ങോട്ട് വിളിക്കാം. അല്ല ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയാം. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ വന്നിരുന്നു, ഞാനിങ്ങനെ എന്തിനു പറഞ്ഞാൽ നീ ഉറങ്ങാമെന്ന് പറഞ്ഞാൽ പോരാ. അയ്യോ അങ്ങനെ പറയുന്ന ഒരാൾക്കാരല്ല വന്നത് സുഖേട്ട, അതായത് മോശമല്ലേ. പക്ഷേ 5 മണിക്ക് വരും. ഇതാ കുഴപ്പം, കള്ളം പറഞ്ഞിട്ട് അവരോട് ഇവിടൊന്നും ഇല്ല പോയെന്ന് പറയും നാളെ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖേട്ട അതുപോലും ഇഷ്ടമല്ല. അത്രയും ഉറങ്ങുകയാണ്, ക്ഷീണമുണ്ട്, 5 മണിക്ക് എഴുതേക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും നീ പറ എന്നൊക്കെയാണ് പറയുന്നത്, എത്ര വലിയ ആളാണേലും. ഓക്കെ. അതുപോലെ തന്നെ മല്ലികാമ്മ ഡ്രസ്സൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ? അതെ, എല്ലാമല്ല, ചില മുണ്ടുകളൊക്കെ സാധാരണ ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിലൊരു നീല ഷർട്ടും ഒരു മുണ്ടും ഇരിപ്പുണ്ട്. അതാണ് അദ്ദേഹം ഏറ്റവും ലാസ്റ്റ് ഇട്ടിരുന്നത്. അത് മാറ്റി വെച്ചിരിക്കുകയാണ്.
അതിരിക്കട്ടെ, അത് നമുക്ക് ഞാനെപ്പോഴും പിള്ളേരോട് പറയാനിരിക്കുക ഇങ്ങനെ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നൊക്കെ ഉള്ളത് അവരോട് പറയും. അവർക്ക് അറിയത്തില്ലയോ? അറിയാം. ഈ ഇന്ദ്രേട്ടൻ ഇടയ്ക്ക് സാറിനെ, സുകുമാരൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ഇന്ദ്രനെ കുറിച്ച് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് ആ ശബ്ദവും ചെവിപ്പിടുത്തവും ഒക്കെ കറക്റ്റായിട്ട് ഇന്ദ്രനെ കാണിക്കും. ഇപ്പൊ മല്ലികാമ്മേനെ പേരാണ് വിളിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരും എന്തെങ്കിലും നിക്നെയിം വിട്ട് വിളിക്കുമായിരുന്നു? അയ്യോ, അവരെ ഭയങ്കര കൊഞ്ചിക്കല, പൊന്നുമോനെ എന്നൊക്കെ വിളിക്കത്തുള്ളൂ. ഇന്ദിരാജൻ രാജു എന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ്റെ പൊന്നുമോൻ ആരാധവ രണ്ടുപേരും കൂടെ പണ്ട് മത്സരം ഞാനാന്ന് പറയും. മറ്റവൻ രാജു ഇന്ദ്രനെ പിടിച്ച് തള്ളിച്ച് ഞാനാച്ചാ. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വഴക്ക്, ആരാണ് പൊന്നുമോ എന്നുള്ളത്. പിന്നെ രാജു കുസൃതിയായിരുന്നു. ഇന്ദ്രൻ കുറച്ച് രാജു എന്നങ്ങോട്ട് പിടിച്ചൊക്കെ നടക്കാറായപ്പോഴത്തേക്ക് ഇന്ദ്രൻ ഒരു കളിപ്പാട്ടം പോലെയായി രാജു. അപ്പോൾ ഭയങ്കര വഴക്ക് പറയരുത്, അവനെ അങ്ങനെ ചെയ്തമ്മേ, പാവമ്മേ, കുഞ്ഞു പാവയല്ലേ. അവനപ്പോഴും ഇപ്പോഴത്തെ ആ ഒരു ശാന്തതയൊക്കെ അന്നുമുണ്ട്. അനിയനെ ഒരു പ്രയോറിറ്റി. അയ്യോ കൊള്ളാം, രാജു കൊച്ചിലെ നല്ല കുസൃതിയായിരുന്നു. അവൻ്റെ കളിപ്പാട്ടം ആരും തൊടാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ വരും അന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ പറയും, മോനെ ആണ്ട എന്ന് കൊടുത്ത് സൈക്കിളൊന്നും കൊടുത്തേട്ടാ പാവയ്യോ നല്ല ചേട്ടന്മാരുടെ കൂടെ വേണ്ട ഇതെൻ്റെയാ ആ ഒരു ഇതാണെന്നല്ലേ. അടിപൊളി. മല്ലികാമ്മ ഇപ്പോൾ ഈ സൗണ്ട് ഇന്ദ്രേട്ടൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേ എപ്പോഴേലും മല്ലികാമ്മ വിളിച്ച് പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇവൻ സംസാരിക്കും ഇന്ദ്രൻ. പക്ഷെ ഒരിക്കൽ ഇന്ദ്രന് സ്വരാജ് വെഞ്ഞാറുമ്പോൾ അസാധ്യമായിട്ട് സുഖേട്ടനെ പറ്റി പറയും കേട്ടോ. ഒരു ദിവസം രാത്രി അല്ല അങ്ങനെ വിളിക്കാറില്ല, അതാണ് ഞാൻ അന്ന് മേടിച്ചു പോയത്. സത്യത്തിൽ ഒരു മണിയേറ്റവും ആയി ഫോൺ അടിക്കുന്നത്. അപ്പോൾ എനിക്ക് പരിചയമില്ല, ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇത് ഏത് നമ്പർ. ഞാൻ ഇങ്ങനെ എടുത്ത് ഹലോ ആരാ, അത് സുഖേട്ടൻ തന്നെ. എൻ്റെ ശബ്ദം വരെ നീ മറന്നുപോയല്ലേ. ഞാനപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിടക്കുന്നോണ്ട് ലൈറ്റ് ഇടാം, പെട്ടെന്ന് പേടിച്ച് ലൈറ്റ് ഇട്ടു. ഹലോ ആരാ സംസാരിക്കുന്നത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ശബ്ദം പോലും മറന്നുപോയി, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അയ്യോ നിങ്ങൾ ആരാന്ന് പറയൂ, ഈ രാത്രി വിളിച്ചിട്ട് ഇങ്ങനെ പറയാതെ ഇങ്ങനെയൊക്കെ എന്തെന്നാ ഈ പറഞ്ഞത്. അപ്പോൾ എനിക്കിത് എന്തായാലും സുഖേട്ടൻ അല്ലെന്നറിയാം, പക്ഷേ പിന്നെ ഇതെന്ത് ഈ ശബ്ദം, ഇത് ഏത് നമ്പറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് കഴിഞ്ഞ് നോക്കണ ഇന്ദ്രൻ വാങ്ങിക്കുന്നത് ഫോണ്. അമ്മ പേടിച്ചോ അമ്മേ? വരുന്നു. ഞാൻ 1 മണിക്ക് വിളിച്ചിട്ട് അമ്മ പേടിച്ചോ അമ്മയെന്ന്. ഉറങ്ങുമായിരുന്നു. ഞാൻ അല്ലടാ എഴുന്നേറ്റ് കഥകളി കണ്ടോണ്ടിരിക്കുമായിരുന്നു. എന്തോ പറയാനാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ പേടിക്കാതെ അമ്മ വിരളാതെ ഞാൻ പറഞ്ഞുതരാം ആരാ പറഞ്ഞത്. സ്വരാജേട്ടന് അടുത്തിരിപ്പുണ്ട്. അയ്യോ പിന്നെ സുഖേട്ടൻ്റെ ശബ്ദത്തിൽ കഥ മുഴുവൻ അങ്ങ് പറഞ്ഞു. അമ്മ എൻ്റെ സ്വരാജെ വിളിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷമായത് കേൾക്കാൻ. പക്ഷേ ഈ 1 മണിക്ക് അതേ ഇവനാണ് പറഞ്ഞത്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് വർക്ക് തീർന്നത്. അവൻ പറയും നമുക്ക് അമ്മയെ വിളിച്ചിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അമ്മ അവരതും പറയാം, എൻ്റെ അപ്പുറവും പറയും. എൻ്റെ ഐഡിയ അല്ലായിരുന്നു, ഇവിടുത്തെ ഐഡിയ അല്ല അവൻ പറഞ്ഞ് ഒപ്പിച്ച. പക്ഷെ ഒരിക്കലും പറയത്തില്ല അത് സുഖേട്ടനല്ലത്. അത് ഫോണിൽ കൂടെ കേട്ടപ്പോൾ എനിക്ക് എനിക്കൊരു എന്തുവാ ഇത് ദൈവമേ എന്നൊക്കെ ഇങ്ങനെ തോന്നുക. കാരണം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വേറൊരാളാണ് എന്നെ വിളിക്കുന്നതെന്നൊക്കെ. അതുപോലെ ഞാൻ പറഞ്ഞു ഇനി മേലാൽ എൻ്റെ സ്വരാജ് ഈ ആ സമയത്ത് വിളിക്കരുത്, വല്ല ഹാർട്ട് അറ്റാക്കൊക്കെ ഒന്ന് തട്ടിയാൽ ഞാൻ പറയാം അവസാനത്തെ ഫോൺ കോൾ സ്വരാജിൻ്റെ ആണെന്ന് ചാവുന്നതിന് മുമ്പ് ആരോടെങ്കിലും പറയുന്നത്. അടിപൊളി. പണ്ടുണ്ടല്ലോ മല്ലികാമ്മേ, സ്കൂൾ വിട്ട് ഞാൻ 4 മണിക്ക് വീട്ടിൽ വരുമ്പോഴത്തേക്കും സൂര്യ ടി-വിയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഇന്ദുമുഖി ചന്ദ്രമുഖി. എനിക്ക് അതിനകത്ത് പാട്ട് അത് രണ്ടാമത്തെ ആദ്യം വന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത ഒരു ഉച്ചയ്ക്ക് ആ സ്കൂളിൽ വിടുന്ന സമയത്ത്. അപ്പൊ അതിനകത്തൊരു പാട്ടുണ്ട്, കിറേ കിറേ കിറേ, ഓർമ്മയുണ്ടോ? നാളെ എനിക്കത് തോന്നിയതാ നിന്നോട്. അപ്പൊ മരുമോള് പിന്നെ മഞ്ജു പിള്ളയും മല്ലികാമ്മയായിരുന്നു. അപ്പൊ മഞ്ജു ചേച്ചിയും മല്ലികാമ്മ അമ്മായിമ്മ മരുമോളായിട്ടാണ് നല്ല പോട്ടിയാണ് എന്ത് രണ്ടുപേരും. അതെ, മരുമോള് സ്കൂട്ടർ ഓടിച്ചാൽ എനിക്ക് ഓടിക്കണം, മരുമോള് കാർ ഓടിച്ചാൽ മരുമോള് സിനിമയിൽ അഭിനയിച്ചപ്പോൾ എനിക്കും അഭിനയിക്കണം. അങ്ങനെയാണ് പൂജപ്പര മണ്ഡപത്തിൽ പോയി സ്കൂട്ടർ ഓടിക്കാനുള്ള സീന്. അത് കണ്ടിട്ടാണ് ഒരു വലിയ ഉയർന്ന ഒരു ഡിഫൻസിലെ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ എന്നെ വിളിക്കുക, നമ്പർ കണ്ടുപിടിച്ച് മൊബൈൽ കണ്ടുപിടിച്ച് വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് പാവം ആ മാഡം ഒരു ബൊക്കെയൊക്കെ ആയിട്ട് വന്ന് എന്നിട്ട് കഥയും പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഈ ഇതാണ് ഇഡിയറ്റ് ബോക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് TV-യെ. എൻ്റെ പൊന്നും മല്ലിക സുകുമാരൻ, നിങ്ങളൊരിക്കലും ഒരു സ്കൂട്ടർ പഠിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, എൻ്റെ മരുമോള് സ്കൂട്ടർ ഓടിക്കുന്ന നാളെ മുതൽ എനിക്ക് ഓടിക്കണമെന്ന് ഓടിച്ചോടിച്ച് എൻ്റെ അമ്മച്ചിയുടെ പുറത്ത് കൊണ്ടിടിച്ച് അമ്മച്ചി താഴെ വീഴുന്നതൊക്കെയാണ് സീനിനകത്ത്. അത് കഴിഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ തെറ്റല്ല അമ്മച്ചിയുടെ തെറ്റാന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അയ്യോ അത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ചോദിച്ചു ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ ഇതൊരു സീരിയലാണ് മല്ലികാസു മറ്റേ
അതൊക്കെ നൈസായിട്ട് പുള്ളി അവിടെ വന്ന് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ആ സീരിയൽ വരുന്ന സമയത്ത് വൈഫിൻ്റെ കൂടെ അവിടെ ചെന്നിരിക്കും. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഭർത്താവിനെ അതിൻ്റെ മുമ്പിൽ ഇരുത്തിയ ആളാണ് നിങ്ങൾ. ബൊക്കെയൊക്കെ കൊണ്ടു തന്നു. സന്തോഷമായതല്ലേ? സന്തോഷമായി. ഈ പാട്ടിലൊരു വരിയുണ്ട്, മുക്കുവണ്ടം കെട്ടി വന്ന മുണ്ടക്കല കുശുമ്പത്തി നിന്നെ ഇന്ന് പിടിച്ചോളാം ഞാൻ അതിനകത്ത് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഭയങ്കര ഒരു അമ്മായിമ്മയാണ്, പക്ഷെ റിയൽ ലൈഫിൽ ഭയങ്കര ചില്ലായിട്ടുള്ള അമ്മായിമ്മയാണ് മല്ലികാമ്മ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും എപ്പോഴേലും തോന്നിയിട്ടുണ്ടാ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് പിടുത്തമാവാം എന്നൊരു തോന്നല്? അത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇവർ ചിലപ്പോൾ ഇങ്ങനെ അതെപ്പോൾ ഇത് കണ്ടാൽ ഇപ്പം അത് പറയും. ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് പറയാം ഭർത്താക്കന്മാരോട്, അയ്യോ പാവാ അമ്മ, നമുക്കൊന്ന് അതുവരെ കയറിയിട്ട് പോകാം. നേരമില്ലൊക്കെ ശരിയാണ്, പാതിരാത്രി 1 മണി വരെ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ 1 മണിക്ക് അഭിനയിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് പോരുതോ രാവിലെ എന്നൊക്കെ ഞാൻ ചോദിക്കും. അതൊക്കെ വലിയ സങ്കടമാണ്. ഇതാണ് പറയുന്നത്, മരുമക്കൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും, ഇല്ലെങ്കിൽ ഇല്ല, ഇന്നൊക്കെ ഇല്ല, അവിടെ എവിടെയൊക്കെ തൊടാതെ അഭിനയിച്ചൊക്കെ നൈസായിട്ട് ഇടയിൽ കൂടെ എന്തോ അമ്മേ, അമ്മയുടെ മക്കളുടെ അടുത്ത് അവർക്ക് കയറണമെങ്കിൽ കയറരുതോ, ഞങ്ങൾ അവരുടെ കൂടെ പറയും, ഇങ്ങനെയൊക്കെ പറയാം. അതല്ല, പക്ഷേ ഞാനെപ്പോഴും പറയുന്നത് അറിയാം, പെൺകുട്ടി ഞാൻ കണ്ടിട്ടുള്ളത് വളരെ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം, പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാരോട് തോന്നുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ഭർത്താവിൻ്റെ അമ്മയോട് തോന്നത്തില്ല. നമ്മളിനി ഇല്ല പവൻ കൊണ്ട് അഭിഷേകം ചെയ്താലും തോന്നത്തില്ല. നേരെ തിരിച്ചോ? അമ്മായിമ്മക്ക് എങ്ങനെയായിരിക്കും പെൺകുട്ടികൾ? അല്ല, അമ്മായിയമ്മ ചിന്തിക്കുന്നത് 2 പെൺമക്കളെന്നുള്ള രീതിയിലാണ്. സത്യവശറിയില്ല, നിരാശ എനിക്ക് എൻ്റെ മക്കളെക്കാട്ടിലും അത് ഒരിക്കലും അല്ല, എൻ്റെ മക്കൾ തന്നെയാണ് എനിക്ക് പ്രധാനം. പക്ഷേ ആ മക്കൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം എൻ്റെ മരുമക്കൾ ചെയ്താലും ഞാനത് കണ്ട ഭാവമോ അറിഞ്ഞ ഭാവമോ കാണിക്കത്തില്ല. അല്ലെങ്കിൽ പറയട്ടെ, എൻ്റെ മക്കളെ കാണുമ്പോൾ ചോദിച്ചു നോക്കിയാട്ടെ, ചെറിയ ഭയങ്കര തെറ്റിയതെന്നല്ല, ഇതേപോലെ വന്നില്ലെങ്കിൽ എന്നാലും ഇന്ന് വരാനായിട്ട് വന്നില്ലല്ലോ എന്ന് തോന്നിയാലും ഞാനത് പറയത്തില്ല. കാരണം ഇനി അത് കേട്ടോണ്ട് ഇനി അവിടെ ചെന്ന് അയ്യോ നിനക്ക് പോകാറില്ല അമ്മ എന്നോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ കണ്ട അമ്മ അത് കയറി ഒരു വിഷമം അവിടെ അന്ന് രാത്രി ആ 2 പേരുടെ ഉറക്കം പോയി കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവും ഇല്ല. അതുകൊണ്ട് ഞാനത് പറയത്തില്ല. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് അവനവൻ്റെ അമ്മയോട് കാണിക്കുന്ന സ്നേഹങ്ങളും അവർക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാനായിട്ട് ഇവർ ഒരുമിട്ടിറക്കുന്ന കാര്യങ്ങളും ഒക്കെ നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ വേണം. അപ്പോൾ ഒരു ഭാഗം മറുഭാഗം കൂടെ ചിന്തിക്കണം. ആ അമ്മയ്ക്ക് മക്കളില്ല, 2 ആൺമക്കളെ, ഇപ്പം എൻ്റെ കാര്യം പറയാം, അതുപോലെ എത്രയോ അമ്മമാർ. അപ്പം ഇപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സുപ്രിയയും പൂർണ്ണിമയും കൂടെയാണ് അവിടെ വന്ന് മൊത്തത്തിൽ ഇരിക്കുകയും പകലിരിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ. അപ്പോൾ ഇതെല്ലാവരുടെയും മനസ്സിലത് വേണം. കാരണം എന്താ വെച്ചാൽ എല്ലാ അമ്മമാർക്കും ഈ അവർ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയാം അല്ലേ, അവനവൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും ശരി. ഇപ്പം ഞാൻ പറയട്ടെ, രാജുവിനൊരു ചെറിയ പനി വന്നു, ഇവർക്കൊക്കെ ധൈര്യമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക്, അത് കുഴപ്പമില്ല, ഡോക്ടർ അത് കൊടുത്തു. പക്ഷെ നമ്മളുടനെ ഉള്ള അമ്പലത്തിൽ പോയി സകല വഴിപാടും കഴിക്കുക, ഭഗവാനെ സന്ധ്യയാകുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പനി പോട്. ഒരു ഡോക്ടർമാരെ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ദൈവത്തിനെ കൂടെ വിളിക്കുന്നത്. അതാണ് ഈ പഴയ അമ്മമാരും ഇപ്പോഴത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ദൈവത്തിനെ വിളിച്ചില്ലെങ്കിലും മറ്റേ കാൽപോഡ് കൊടുക്കുന്നുണ്ട് അമ്മേ, 3 നേരം കഴിയുമ്പോൾ പോകുമെന്ന് പറയാനുള്ള ധൈര്യമുള്ള കുട്ടികളാണ്, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഷോ കണ്ട ഇതാണ് പറയുന്നത്, 2 പെൺമക്കൾ വേണമായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ ഇത് തന്നെ ഇരിക്കുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇപ്പം തോന്നുന്നത് പെൺമക്കളെക്കാട്ടിൽ ഒരു പരിധിവരെ സത്യത്തിൽ ഓടി വരുന്നത് ആ മക്കളായി എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒരു സങ്കടവുമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ വിളിച്ചാൽ ഓടി വരും. പിന്നെ എനിക്ക് എന്തും അവരോട് ഫോണിൽ കൂടെ പറയാം, ആരും കേൾക്കുന്നില്ലല്ലോ, മരുമക്കൾ കേൾക്കുന്നില്ല. അതേപോലെ കഴിഞ്ഞ ദിവസം മല്ലികാമ്മ ഞാൻ സുപ്രിയ മാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയാണ്. അപ്പോൾ ഇവർ പ്രണയിച്ച് നടന്ന സമയത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുക. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഡേറ്റിംഗ് ആവുന്ന സമയത്താണോ അതിന് തൊട്ട് മുൻപാണോ എപ്പോഴോ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും ഉള്ളപ്പോഴത്തേക്കും സുപ്രിയ മാമിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അന്നാണ് മല്ലികാമ്മ ആദ്യമായിട്ട് കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് നേരെ അത് കണ്ടപ്പോൾ ഓർമ്മ വന്നൊരു സീൻ, നമ്മുടെ ലവ് ആക്ഷൻ ഡ്രാമയിലെ നിവിനോട് എന്താടാ ഒരിളക്കം, എന്താ ഇളക്കി കൂടെ അന്ന് തോന്നിയിരുന്നു ഇത് എൻ്റെ പൊട്ടൻഷ്യൽ മരുമകളാണ് എന്നുള്ള കാര്യം. അല്ല അതല്ല, എനിക്കൊന്ന് സുപ്രിയ വന്നത് എൻ്റെ ട്രിവാൻഡ്രം വീടിൻ്റെ പാല് കാച്ചിയതായിരുന്നു തോന്നുന്നു. രാജു ഇങ്ങനെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് അമ്മേ. അപ്പം എനിക്ക് ഏതാണ്ടൊക്കെ ഒരു മണം കിട്ടുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ചോദിക്കുന്നില്ല. അത് തന്നെയായിരുന്നു ഇന്നത്തെ. പിന്നെ കേട്ടാമ്മേ അമ്മയുടെ കൂടെ വിതൊഴിയാതെ അഭിനയിക്കുന്നില്ലേ പൂർണ്ണിമ എന്നൊക്കെ പറഞ്ഞ് കഥ തുടങ്ങുമ്പോൾ നമുക്കറിയാം ക്ലൈമാക്സ് എന്തോന്നുള്ളത് അല്ലേ. അപ്പം അത്രയ്ക്കൊക്കെയുള്ളൊരു ലോകപരിചയമായി. അല്ലാതെ വെറുതെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം വരികയല്ലെന്ന് എനിക്കറിയാം. ഭയങ്കര പാട്ട് പൂർണ്ണിമ വരുമ്പോൾ അയ്യോ എന്താണ് മറ്റേത് മറിച്ചത് ഏക്കിലടിക്കോ ദേക്കാതെ അങ്ങ് വെച്ച് അലക്കലോട് അലക്കല്. അപ്പോൾ ഞാൻ പറഞ്ഞു
അത് ശരി. അപ്പം നമുക്കറിയാം ഇത് എന്തോ എന്നുള്ളത്. അപ്പം ആദ്യം പൂർണ്ണിമയോടൊക്കെ ഇച്ചിരി നേരത്തെ കല്യാണം കഴിഞ്ഞു, ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ. ഞാൻ അത് മാത്രം പറ്റത്തില്ല, പൊന്നുമോൻ്റെ എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടാം, ഒരു വിരോധമില്ല. രാജുവും അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയാണ്. അന്ന് എനിക്ക് തോന്നുന്നു സുപ്രിയ NDTV-യിലാണ് കണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ BBC-യിൽ വന്ന്. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ചേട്ടനെ ഞങ്ങളെല്ലാവരും കൂടെ സുപ്രിയയുടെ വീട്ടിൽ പോയി ഒക്കെ എല്ലാം അതിൻ്റേതായ രീതിക്ക് തന്നെ. കല്യാണം മാത്രം അവിടെ ഈ അമ്മൂമ്മമാരൊക്കെ ഉള്ളതുകൊണ്ട് പലരും വീൽ ചെയറിലും ഒക്കെ വരുന്നവർ. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ആ കുടുംബത്തിനടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ട് പോലുള്ള സ്ഥലത്ത് നടത്തിയിട്ട് പിന്നെ ഇവിടെ മെറിഡിയനിൽ വന്ന് ഞങ്ങൾ പാർട്ടി നടത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ആരും അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞാൽ കെട്ടി ഇറങ്ങിയപ്പോൾ ഒരു 10 ക്യാമറ. എങ്ങനെ നിങ്ങളിങ്ങനെ ഇതൊക്കെ അറിയുന്നത്? എനിക്കറിയാമല്ല, ഞാൻ അന്ന് കുഞ്ഞായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ മലയ ചേച്ചിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കള്ളം പറയില്ല, ഞാൻ നിങ്ങളെ തഴയത്തുമില്ല. ഇതിൻ്റെ പകരം 2-ാം തീയതി എല്ലാവരും കൂടെ അങ്ങ് മെറിഡിയനിലോട്ട് പാർട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് എല്ലാവരും. അതല്ലേ എനിക്ക് എപ്പോഴും ഞാൻ പറയും, ഈശ്വരാ, എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടെ കൂടി പിടിച്ച് കിടക്കുന്ന ആളല്ല. ഒരു രാഷ്ട്രീയവും നോക്കാതെ EK നായനാർ അദ്ദേഹവും ഭാര്യയും കുഞ്ഞാലക്കുട്ടി സാഹിബ് എല്ലാവരും വന്നപ്പോൾ പറഞ്ഞത് ഇച്ചിരി കഴിയുമ്പോൾ പോകും, അങ്ങനെ പോകും, വെള്ളിയാഴ്ച ജുമ ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതിൻ്റെ അദ്ദേഹം കല്യാണം വിളിക്കാനപ്പോൾ ആദ്യം പറഞ്ഞത് തീരെ വയ്യ, ഒരു ചുമന്ന തുണിയും കൂടെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, ഒരു ചുമന്ന തുണിയും കൂടെ കരുതിക്കോളാം പറഞ്ഞു. എന്താ ടീച്ചറെ? അപ്പോൾ ടീച്ചർ നല്ല വലിയ സ്നേഹം എന്നോട് പറഞ്ഞു. മനസ്സിലായില്ലേ, എന്തെങ്കിലും സംഭവിച്ചാലേ ഒരു ചുമന്ന തുണി. ഞാൻ കല്യാണം വിളിക്കാൻ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ടീച്ചർ അത് തന്നെ എന്തായി പറയണമെന്ന് പറഞ്ഞ ടീച്ചർ കൊടുക്കും. പാവം ദൈവമേ, അവിടെ വന്നിരുന്ന അദ്ദേഹം വലിയ കാര്യമായിട്ട് നമ്മുടെ സുഖുവിൻ്റെ മോൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു EK. കാരണം അതല്ല, അദ്ദേഹം ഒരു അധികാരം സംസാരിക്കാറില്ല ഒരിക്കലും. ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരേ രീതിയിലാണ്. ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ട്, ഞാനതൊക്കെ അത് സീരിയലും സിനിമയും കാണുന്നതിലും താല്പര്യത്തോടുകൂടി ഞാൻ കാണുമായിരുന്നു. കാസർഗോഡോ അതെങ്ങനെയാണോ കറണ്ടില്ലാതായെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന കേട്ട കഥ പറയുന്ന പോലെയാണല്ലോ. അത് അദ്ദേഹം ഒരു വലിയ ഞാൻ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയാം. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ഒരു പേപ്പർ കൊടുക്കാൻ കാണുമെന്നില്ലാതെ വീട്ടിൽ ഇരുന്ന് സ്വന്തക്കാരോട് സംസാരിക്കുന്നതൊക്കെ. അപ്പം അത് ഞാൻ എപ്പോഴും ഇന്നും ടീച്ചർ ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്. അവർ 3 ദിവസം പോലും ഞാൻ സംസാരിച്ചു. എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള ഒരാളാണ് ശാരദ ടീച്ചർ. ഒരുപാട് നന്ദി മല്ലിക ചേച്ചിയെ അഭിനന്ദിച്ചുകൊണ്ടും ചേച്ചിക്ക് 50 വർഷം കഴിഞ്ഞ് എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ടും ചേച്ചിയുടെ മക്കളുടെ കാര്യം ചോദിച്ചുകൊണ്ടും ആടുജീവിതത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേര് സന്ദേശങ്ങൾ അയക്കും. എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, ഈ അമ്മയും മക്കളെയും എന്ന് സ്നേഹിക്കുക. താങ്ക് യു സോ മച്ച്.